കർത്താവിൽ ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ടവരെ, അഡ്വെന്റ് ടോക്സിലെ 11-ാം ദിനം ഏവർക്കും സ്വാഗതം. നമുക്കറിയാം, രക്ഷകനായ കർത്താവായ യേശു മിശിഹായുടെ അടുക്കിലേക്കാണ് നമ്മുടെ ഒരു യാത്ര. നമ്മുടെ മുമ്പാകെ നമുക്ക് വേണ്ടി ഈ ലോകത്തിലേക്ക് നമ്മളെ സ്നേഹിക്കാനും നമ്മളെ ചേർത്ത് വയ്ക്കാൻ വേണ്ടിയാണ് രക്ഷകനായ കർത്താവ് കടന്നു വന്നത്. ഇന്ന് നമ്മൾ എടുത്തിരിക്കുന്ന സുവിശേഷ ഭാഗം വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 1-ാം അധ്യായം 11-ാം വാക്യമാണ്. അതിപ്രകാരമാണ്: അവൻ സ്വജനത്തിൻ്റെ അടുത്തേക്ക് വന്നു, എന്നാൽ അവരവനെ സ്വീകരിച്ചില്ല. പ്രിയമുള്ളവരെ, കർത്താവ് നമ്മുടെ ഇടയിലേക്ക് കടന്നു വരുന്നു, നമ്മൾ കർത്താവിനെ സ്വീകരിക്കുന്നില്ല. രക്ഷകനെ സ്വീകരിക്കാത്ത ഒരു വ്യക്തി എങ്ങനെ സ്വന്തം കുടുംബക്കാരെയും സ്വന്തം ബന്ധുമിത്രാദികളെ സ്വീകരിക്കാൻ സാധിക്കും? ഈ ഒരു ചോദ്യമാണ് നമ്മുടെ മനസ്സിൽ ഏറ്റവും ആദ്യം കടന്നു വരുന്നത്. രക്ഷകനായ യേശുവെ നമുക്ക് സ്വീകരിക്കാൻ സാധിക്കത്തില്ലെങ്കിൽ എങ്ങനെയാണ് നമ്മൾ ബാക്കി സ്നേഹിക്കുന്ന വ്യക്തികളെ നമുക്ക് സ്വീകരിക്കാൻ സാധിക്കും? നമ്മൾ ചിന്തിക്കണം. ആദ്യത്തെ അവൻ്റെ സ്വന്തം ജനം ആരാണ്? അപ്പം നമ്മൾ മനസ്സിലാക്കണം, അവൻ്റെ സ്വന്തം ജനം എന്ന് പറഞ്ഞാൽ നമ്മൾ ഓരോ വ്യക്തികളും ഈ ലോകത്തിലേക്ക് കടന്നു വന്നത് ദൈവത്തിൻ്റെ നാമത്തിൽ ശുശ്രൂഷ ചെയ്യാൻ വേണ്ടിയാണ്. ശുശ്രൂഷിക്കപ്പെടാൻ വേണ്ടിയല്ല, ശുശ്രൂഷ ചെയ്യാൻ വേണ്ടിയാണ്. അപ്പോൾ ദൈവത്തിൻ്റെ നാമത്തിൽ ശുശ്രൂഷ ചെയ്യുന്ന ഓരോ വ്യക്തിയും ദൈവത്തെയാണ് സ്വീകരിക്കുന്നത്. അപ്പം ഞാൻ ഈ ഭൂമിയിൽ കർത്താവിൻ്റെ നാമത്തിലുള്ള ഏത് ശുശ്രൂഷ ചെയ്താലും അത് അനുഗ്രഹത്തിനുള്ള കാരണമായി തീരും. നമ്മൾ മനസ്സിലാക്കണം, ഇസ്രായേൽ ജനം ദൈവത്തെ മനസ്സിലാക്കിയില്ല, ദൈവത്തിൻ്റെ ആ അനുഗ്രഹത്തെ മനസ്സിലാക്കിയില്ല, ദൈവത്തിൻ്റെ സ്നേഹത്തെ മനസ്സിലാക്കിയില്ല. എല്ലാം അവർക്ക് നൽകപ്പെട്ടിട്ടും അവർ വീണ്ടും പാപത്തിലേക്കും അവരുടെ പഴയ ജീവിതം ആഗ്രഹിച്ചു തുടങ്ങി. പക്ഷെ ദൈവത്തിൻ്റെ ജനം, ദൈവത്തിൻ്റെ വിശുദ്ധ ജനം ദൈവത്തെ മാത്രം സ്നേഹിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ നാമത്തിൽ മാത്രം ജീവിച്ചുകൊണ്ട് വേണം നമ്മൾ മുമ്പോട്ട് കടന്നു പോകാൻ. രണ്ടാമത്തെ കാര്യം നമുക്ക് മനസ്സിലാകണം, അത് മറ്റേതൊന്നുമല്ല. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം 3-ാം വാക്യം നമുക്ക് കാണുന്നു: എല്ലാം അവനിൽ കൂടെ സൃഷ്ടിക്കപ്പെട്ടു. എവറിത്തിങ് ഈസ് ക്രിയേറ്റഡ് ത്രൂ ജീസസ് ക്രൈസ്റ്റ്. അപ്പം നമ്മൾ മനസ്സിലാക്കണം, കർത്താവ് അല്ലെങ്കിൽ രക്ഷകനായ യേശു മിശിഹ എന്ന് പറഞ്ഞ പ്രകാശമാണ്, സത്യപ്രകാശമാണ്, ലോകത്തിൻ്റെ പ്രകാശമാണ്, ലോകത്തിനെ അനുഗ്രഹിക്കുന്ന ദൈവമാണ്. അപ്പോൾ ആ ദൈവം കടന്നു വരുമ്പോൾ എന്ത് സംഭവിക്കും? ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ അവൻ കർത്താവിനെ സ്വീകരിക്കുന്നില്ലെങ്കിൽ എന്താ സംഭവിക്കും നമുക്ക് മനസ്സിലാക്കാം. യഥാർത്ഥ പ്രകാശമായ യേശു കടന്നു വരാനുള്ള വാതിൽ നമ്മൾ അടച്ചിടുന്നു. രക്ഷിക്കാൻ വന്ന യേശുവെ നമ്മൾ സ്വീകരിക്കാതെ പോകുന്നു. നമ്മൾ മനസ്സിലാക്കണം, യഥാർത്ഥ മശിഹ അല്ലെങ്കിൽ യേശുവെ നമ്മുടെ ഉള്ളിലേക്ക് കടന്നു വരുന്ന ആ വാതിൽ നമ്മൾ അടച്ചു വെച്ചിരിക്കുകയാണ്. പ്രിയമുള്ളവരെ, നമ്മൾ ദൈവത്തെ സ്വീകരിക്കേണ്ടവരാണ്. നമുക്ക് വേണ്ടി കുരിശിൽ മരിച്ച ദൈവത്തെ സ്വീകരിക്കേണ്ടവരാണ്. ദൈവത്തിൻ്റെ സ്നേഹത്തെ അംഗീകരിക്കേണ്ടവരാണ്. ഈ ഒരു ക്രിസ്മസ് കാലത്ത് നമുക്ക് മനസ്സിലാകാം, ദൈവം പ്രകാശമാണ്, ദൈവം ജീവിതം നൽകിയ വ്യക്തിയാണ്, ദൈവം നമ്മളോടൊപ്പമുണ്ട്. ആ ദൈവത്തെ സ്വീകരിക്കാം. ആ ദൈവത്തെ സ്വീകരിച്ചുകൊണ്ട് ഈ ലോകത്തെ നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥനയോടെ നമുക്ക് ഈ ക്രിസ്മസ് കാലം നമുക്ക് ജീവിക്കാം. കർത്താവ് നമ്മളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ആമീൻ.